ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിന് കീഴിൽ പാകിസ്ഥാൻ സൈന്യവും ISIയും സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രശക്തികൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തിടെ ബംഗ്ലാദേശിലെ ഒരു തീവ്ര വിദ്യാർത്ഥി നേതാവും സെവൻ സിസ്റ്റേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തണമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കൂടാതെ ചൈനയിൽ ഒളിവിൽ കഴിയുന്ന ഉൾഫ തലവൻ പരേഷ് ബറുവയെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളും അസീം മുനീറിന്റെ സേനയും ഇന്ത്യ വിരുദ്ധ തീവ്രവാദികൾക്കും വിഘടനവാദ സംഘടനകൾക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവരുടെ കൂട്ടാളികൾക്കും ധാക്കയിൽ അഭയം നൽകാൻ ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. ഉൾഫ നേതാവായ ബറുവയും ഈ വ്യക്തികളിൽ ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ട്. 2004 ചിറ്റാഗോങ് വഴി ബംഗ്ലാദേശിലേക്ക് 10 ട്രക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. ചൈനയുടെ യുനാൻ പ്രവിശ്യയിലെ 2 സ്ഥലങ്ങളായ യൂറിലിൽ നിന്ന് ഷിഷാങ്ഭന്ന ഡായിലേക്ക് മാറാൻ ചൈന ബറുവയെ സഹായിച്ചതായും നേരത്തെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിരുന്നു. അരുണാചൽ പ്രദേശ് മ്യാൻമാർ അതിർത്തിക്കടുത്താണ് റുയിലി. വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മറവിൽ മതമൗലിക ശക്തികൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പ്രവർത്തികൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് രൂപീകരണത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാന്റെ പാവയായിരുന്ന ജമാഅത്തെ ഇസ്ലാമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മതമൗലികവാദികളായ വിദ്യാർത്ഥി നേതാക്കൾ അടുത്തിടെ പ്രകോപനപരമായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 5 നാടകീയ സംഭവങ്ങളിലൂടെ രൂപപ്പെട്ട ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണവും അസ്ഥിരതവുമായ യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. രാജ്യത്തുടനീളം ഗൂഢാലോചന ശക്തിപ്പെട്ടതായും ജീവന് ഭീഷണിയുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കിയ ബഹുജന പ്രകടനങ്ങളും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളും അരങ്ങേറുന്നതിനിടയിൽ ഹസീനയുടെ പെട്ടെന്നുള്ള തിരോധാനം ഒരു അധികാര ശൂന്യത സൃഷ്ടിച്ചു. ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിലൂടെ അത് നികത്തപ്പെട്ടു. ദേശീയ പരിഷ്കരണത്തിനും രാജ്യത്തിന്റെ ദുരവസ്ഥയുടെ പരിഹാരത്തിനുമായുള്ള അവസരമായാണ് പലരും യൂനുസിന്റെ നേതൃത്വത്തെ കണ്ടത്. എന്നാൽ തുടർന്നുള്ള മാസങ്ങൾ ഭരണ സുതാര്യത, നിയമവാഴ്ച എന്നിവയിൽ ആശങ്കകൾ ഉയർന്നു തുടങ്ങി. ഇടക്കാല ഭരണകൂടം സ്വീകരിച്ച നടപടികൾ രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും പൊതുജനങ്ങളുടെയും വിമർശനാത്മക പരിശോധനകൾക്ക് വിധേയമായി. പുതിയ നേതൃത്വം തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണോ അതോ മുൻ ഭരണകൂടത്തിന്റെ പോരായ്മകൾ ആവർത്തിക്കുകയാണോ എന്ന ചോദ്യവും എല്ലായിടത്തും ഉയർന്നു. യൂനുസ് ഭരണകൂടത്തിന്റെ ഏറ്റവും വിവാദപരമായ നടപടികളിലൊന്ന് മുമ്പ് അവാമി ലീഗ് കാലഘട്ടത്തിൽ മുഹമ്മദ് യൂനുസിന് നൽകിയിരുന്ന നിയമപരമായ പരിരക്ഷ റദ്ദാക്കിയതാണ്. ഇതിൽ 666 കോടി ബഹ്റിൻ ഡോളറിന്റെ ഒരു പ്രധാന നികുതി വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട സംരക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ഒരർത്ഥത്തിൽ പരിരക്ഷ ഇല്ലാതാക്കുന്നത് ഉത്തരവാദിത്തത്തോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണെങ്കിലും യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. നിയമപരമായ സംരക്ഷണങ്ങൾ റദ്ദാക്കിയ ഉടൻ യൂനുസ് തന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള 31 സ്ഥാപനങ്ങൾക്ക് വിപുലമായ നികുതി ഇളവുകൾ നൽകി. നികുതി ബാധ്യതകളിൽ നിന്ന് 2029 വരെ അവയ്ക്ക് സംരക്ഷണം നൽകി. ഈ നീക്കം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ച അഴിമതി വിരുദ്ധ നിലപാടിന് വിരുദ്ധവും മുൻഗണനാ വിഷയങ്ങളിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതുമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.